ഇത് ICD ചാപ്റ്റർ 20 ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എക്സ്റ്റേണൽ കോസ് ഓഫ് മോർബിഡിറ്റി V00 മുതൽ Y99 വരെയുള്ള കോഡ് കാറ്റഗറികൾ ഒരിക്കലും പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെന്നും ഇതിൽ പൊതുവേ നമ്മൾ ഇപ്പോൾ കളിച്ചപ്പോൾ വീണു അല്ലെങ്കിൽ ഇന്നൊരു ഫ്രാക്ചർ ഉണ്ടായി പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രയോറിറ്റി ഉണ്ട്, ഇന്ന കോഡുകൾ തന്നെയാണ് ആ ഓർഡറിൽ വരുന്നത് എന്നുള്ളത്. ആ പ്രയോറിറ്റി അറിയുന്നവർക്കും എലിമിനേഷൻ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് കൂടാതെ എൻ്റെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്കൊരു കോഡ് ഫില്ല് ചെയ്യാനായിട്ട് നോക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഒരു കോഡിന് തൊട്ട് മുന്നിൽ തന്നെ ഒരു റൗണ്ടിൽ നമ്പർ ഉണ്ടെന്നും ആ നമ്പറിൻ്റെ കൗണ്ട് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രണ്ട് ഇത് വെച്ചിട്ട്, അതായത് നമ്മളെങ്ങനെയാണ് ഈ പറഞ്ഞൊരു കോഡ് പ്രയോറിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു നമ്പർ ക്യാരക്ടറിൻ്റെ പ്രയോറിറ്റി വെച്ചിട്ട് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇവിടെ ABCD ഈ 4 ഓപ്ഷൻ്റെയും ആദ്യത്തെ കോഡിൽ 7th ക്യാരക്ടർ വെച്ച് എലിമിനേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൽ പറ്റില്ല, പക്ഷേ നോർമലി നമുക്ക് വേണമെങ്കിൽ ചിലതിൽ D ആയിരിക്കാം, ചിലതിൽ S ആയിരിക്കാം വരുന്നത്. അപ്പോൾ Aയും Dയും Sഉം മാറിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഇനിഷ്യലാണോ സബ്സീക്വൻ്റ് ആണോ അല്ലെങ്കിൽ സീക്വൻ്റ് ആണോ നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാത്തിനും A ആണതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് കോഡിൽ നമുക്കവിടെ ചാൻസസ് ഒന്നുമില്ല. ഇനി നമുക്ക് സെക്കൻഡ് കോഡിലാണ് നോക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് കോഡ് എന്ന് പറയുമ്പോൾ W03 ആണ് നോക്കുന്നത്. അപ്പോൾ ഈ W03 എന്ന് പറയുന്ന ഒരു കോഡിൻ്റെ ക്യാരക്ടറുകൾ എത്ര വേണം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കോഡിൻ്റെ തൊട്ട് മുൻപിൽ തന്നെ ഒരു റൗണ്ടിൽ ഒരു നമ്പർ പറഞ്ഞാൽ അത്രയും ക്യാരക്ടർ വേണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ W03 നോക്കുമ്പോൾ അവിടെ 7th എന്ന് പറഞ്ഞാണ് ക്യാരക്ടർ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് മീൻസ് W03 നിങ്ങൾ കോഡ് ചെയ്യുമ്പോൾ അവിടെ 7 ക്യാരക്ടറുകൾ ഉണ്ടായിരിക്കണം. നമ്മുടെ ഓപ്ഷൻ Aയിലും Dയിലും നോക്കുകയാണെങ്കിൽ W03 അവിടെ 3 ക്യാരക്ടർ അല്ല, W03 3 ക്യാരക്ടറേ ഉള്ളൂ, 7 ക്യാരക്ടർ ഫില്ലായിട്ടില്ല. അപ്പോൾ ഈ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് Aയും Dയും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് Aയും Dയും പോയി. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് എന്താണ്? B and C ആണ്. അപ്പോൾ ഈ B and C എടുക്കുമ്പോഴും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഗൈഡ്ലൈൻ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ പേഷ്യൻറ്റ് പ്രസൻറ്റ് വിത്ത് ദ ED ആഫ്റ്റർ ഗെറ്റിംഗ് ടാക്കിൾഡ് വൈൽ പ്ലേയിങ് ഫുട്ബോൾ ഇൻ ദ പാർക്ക്, ഹീ ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് എ റൈറ്റ് ആംഗിൾ സ്പ്രെയിൻ. ഇപ്പോൾ ഒരു കുട്ടി കളിച്ചു അല്ലെങ്കിൽ ഇന്ന പ്ലേസിൽ വെച്ച് കളിച്ചു, ഇന്നൊരു കണ്ടീഷൻ കാരണം അല്ലെങ്കിൽ ഇതുമൂലം ഇങ്ങനൊരു എന്താ പറയുക ഫ്രാക്ചർ സംഭവിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരും എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കിവിടെ പ്രയോറിറ്റികളുണ്ട്, ഏത് ഓർഡറിലാണ് അത് കോഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ നോക്കാം. ഇതിൽ എന്താണോ ഡയഗ്നോസിസ് അതാണ് ഫസ്റ്റായിട്ട് കോഡ് ചെയ്യേണ്ടത്. രണ്ടാമത് ഹൗ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കോഡ് ചെയ്യണം. മൂന്നാമത് പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഇത് എവിടെ വെച്ച് നടന്നു എന്നുള്ളത് കോഡ് ചെയ്യണം. നാലാമത് ആക്ടിവിറ്റി, എന്ത് കളിച്ച് അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി ആണ് ഈ കണ്ടീഷനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതേ ഓർഡറിൽ വേണം കോഡ് ചെയ്യാൻ. അപ്പോൾ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ റൈറ്റ് ആംഗിൾ സ്പ്രെയിൻ ആണ് ഡയഗ്നോസിസ്. എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് മറ്റേ എന്താണ് നമ്മുടെ ടാക്കിൾഡ് വൈൽ പ്ലേയിങ് എന്നുള്ളത്. ഇനി 3 പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് പബ്ലിക് പാർക്കാണെന്ന് പറയുന്നുണ്ട്. 4 ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫുട്ബോൾ ആണല്ലേ, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതിൽ ക്ലിയർലി പറയുന്നുണ്ട്. ഈ ഓർഡർ ഇത് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഡയഗ്നോസിസ്, ഹൗ, പ്ലേസ് ഓഫ് ഒക്കറൻസ്, ആക്ടിവിറ്റി. അപ്പോൾ ഇതേ ഓർഡറിൽ നിങ്ങൾ പറയുമ്പോൾ പ്ലേസ് ഓഫ് ഒക്കറൻസ് കോഡുകൾ എപ്പോഴും Y92 കാറ്റഗറിയിലും ആക്ടിവിറ്റി എപ്പോഴും Y93 ആയിരിക്കും. അപ്പോൾ ഈ ഓർഡർ ഫിക്സ് ആണ്, Y92 Y93 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഡറിലല്ലാതെ വന്നാലും നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൂടെ? അപ്പോൾ നമ്മൾ പറഞ്ഞ അനുസരിച്ചൊരു ട്രൊമാറ്റിക് കോഡ് അല്ലെങ്കിൽ ട്രൊമാറ്റിക് ഫ്രാക്ചർ കോഡ് S-ലായിരിക്കണം. ഹൗ എന്ന് പറയുന്നത് W-ൽ വന്നു. മൂന്നാമത് Y92ഉം നാലാമത് Y93 ആണ്. അപ്പോൾ ഈ Y92 അല്ലാത്ത B എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ Bയും എലിമിനേറ്റ് ചെയ്തു, C ആണ് ആൻസർ എന്ന് മനസ്സിലായി. എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതിൽ ഈ പറയുന്ന കാറ്റഗറി കോഡുകളിൽ ആദ്യത്തെ കോഡായ S93.401A റൈറ്റ് ആംഗിൾ സ്പ്രെയിനിൻ്റെ കോഡാണ്. രണ്ടാമത്തെ കോഡ് W03 ടാക്കിൾഡ് വൈൽ പ്ലേയിങ് എന്നുള്ളതാണ്, ഹൗ എന്നുള്ളതാണ്. മൂന്നാമത്തെ കോഡായ Y92 പ്ലേസ് ഓഫ് ഒക്കറൻസ് ആണ്, അതായത് പബ്ലിക് പാർക്ക് എന്നുള്ളതാണ്. നാലാമത്തെ കോഡായ Y93.61 എന്ന് പറയുന്ന ആക്ടിവിറ്റി, അതായത് ഫുട്ബോൾ എന്നുള്ള കോഡാണ്, അല്ലെങ്കിൽ ഫുട്ബോളാണ് കളിച്ചത് എന്നുള്ള കോഡാണ്. അപ്പോൾ നമ്മൾ ഈസിലി എലിമിനേറ്റ് ചെയ്ത് C എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റി.